ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ചൂടുകാലത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഐസ്ക്രീമും തണുത്ത ജ്യൂസും ഒക്കെ കുടിക്കാൻ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാതെ വീട്ടിൽ തന്നെ നല്ല കുറഞ്ഞ ചിലവിൽ നല്ലൊരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം നമുക്ക് റെഡിയാക്കി കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് 2 സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ. ഒരുപാടിട്ട് ഇളക്കിയൊന്നും കൊടുക്കണ്ട. തീ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ആദ്യം ഒന്ന് പഞ്ചസാര ഒന്ന് ഇടുന്ന സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ അത് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിമിലിട്ട് അത് കരിച്ചൊന്നും കളയേണ്ട ആവശ്യമില്ലേ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അൺസോൾട്ടഡ് ബട്ടറോ സോൾട്ടഡ് ബട്ടറോ ഏതായാലും പ്രശ്നമില്ല. ഞാനിപ്പം സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബ്രെഡിനകത്തൊക്കെ ചേർക്കുന്ന ആ സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു സ്പൂൺ ചേർത്ത് ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. ആ ബട്ടറും ആ ഒരു ക്യാരമലും കൂടെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കരിച്ച് കളയാതെ. കരിഞ്ഞു പോയാൽ ഒരു സിറപ്പിന് ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരുവേ. ഇനിയിപ്പം ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഏതായാലും കുഴപ്പമില്ല. ആ ഒരു പാല് ചേർത്ത് കൊടുക്കുമ്പോഴേ ആ ഒരു ക്യാരമലൊക്കെ ഇതേപോലെ ഒന്ന് ഇതാവും കേട്ടോ. അതിൽ പ്രശ്നമൊന്നുമില്ല. ഈ പാല് ചൂടാവുമ്പോൾ അതങ്ങ് മെൽറ്റ് ആയിക്കോളേ. ഇപ്പോൾ കണ്ടോ, നല്ല ഇതെല്ലാം നന്നായിട്ട് മെൽറ്റായി ഒരു ചായയുടെ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ചായയുടെ കളറൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതിന് ശേഷം ഇനി വേണ്ടുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിപ്പം ഇത് കേക്കിന് വിപ്പ് ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാനൊരു കപ്പ് എടുത്ത് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അത് കേക്കിന് എടുക്കുന്ന വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ അത്രയും സ്റ്റിഫായിട്ട് വേണ്ട, ഒരു ചെറിയൊരു ലൂസായിട്ട് വേണം കേട്ടോ. അപ്പോൾ അതൊരു കപ്പ് എടുത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ പാലിൻ്റെ ആ ഒരു മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാമേ. ഇപ്പം നന്നായിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ വരണേ. ഇനി ഈ ഒരു മിക്സ് നമുക്ക് ഞാനിപ്പോൾ ഇതേപോലെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഈ ഒരു പാത്രത്തിൽ ഒരു ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ടിന്നിലേക്ക് എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാമേ. ഇതിനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് അടച്ചു കൊടുത്ത് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുത്താലും മതി. ഇത് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറുതെ ആ ഒരു പാനിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചൂടാക്കി എടുത്ത് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പാനിലേക്ക് തന്നെ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതൊന്ന് ക്യാരമലാകുന്നത് വരെ. ഇതിനകത്ത് ഇപ്പം ബട്ടറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ബട്ടറൊക്കെ ചേർത്തെടുത്തതാണ്. അപ്പോൾ ആ ഷുഗർ ഒന്ന് ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു നട്ട്സ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട് തണുക്കണം കേട്ടോ. തണുത്ത് ഒന്ന് സെറ്റായി വരുമ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ആ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു ഐസ്ക്രീമിലേക്ക് അതിന് കുറച്ചെടുത്ത് മൊത്തം ചേർക്കണ്ട, ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടും കൂടെ വെച്ചേക്കണം. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു ഐസ്ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 1 മണിക്കൂർ ഇന്നപ്പോൾ തന്നെ കണ്ട അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ചെറുതായിട്ടൊന്ന് കട്ടിയാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനി ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷം നല്ല ഐസ്ക്രീമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ഞാൻ ആ പൊടിച്ച് വെച്ചിരുന്ന നട്ട്സിൻ്റെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സ്കൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സാധാരണ ഐസ്ക്രീം കഴിക്കാത്തതാണ്, എന്നാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ
പിള്ളേർ കഴിച്ച് നോക്കിയിട്ടും കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതേപോലത്തെ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഈ ചൂട് കാലത്ത് വീട്ടിൽ തന്നെ നല്ല കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കി കൊടുക്കാം. വെറുതെ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുത്ത് ചൂട് കാലത്ത് അസുഖമൊക്കെ വരുത്തുന്നതിൽ നല്ലത് നമ്മൾ എന്താ പറയുക, നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഓൾ എന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.